നമസ്കാരം, എൻ്റെ പേര് അഹിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ബാറ്ററിയെ കുറിച്ചിട്ടാണ്. കാരണം നമുക്കറിയാം, ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ബാറ്ററിയെ കുറിച്ചാണ്. അതായത് ഒരു ഓഫ് ഗ്രിഡ് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബാറ്ററിക്ക് വേണ്ടി ആദ്യം വലിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞൊരു 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാറ്ററിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ലാഭം? അപ്പോൾ ഇതാണ് എല്ലാവരുടെയും ബാറ്ററിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു സംശയമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുകയാണ്. നമുക്കറിയാം, ഒരു ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ എനർജി സ്റ്റോറേജ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് എന്നൊക്കെ പറയാം. നമ്മൾ മൊബൈലിൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ ബാങ്ക്, അതുപോലെ തന്നെ നമുക്ക് സോളാർ സിസ്റ്റത്തിലെ പവർ ബാങ്ക് എന്ന് വേണമെങ്കിൽ ബാറ്ററി യൂണിറ്റിനെ നമുക്ക് പറയാൻ പറ്റും. ഒരു ബാറ്ററി യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു ഡെഡിക്കേഷനോട് കൂടി ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പവർ യൂണിറ്റ് നമുക്ക് ഡിസൈൻ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് സോളാറിന് ഉപയോഗിക്കേണ്ട ബാറ്ററി എന്താണ്, അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതാണ്. അതായത് സോളാർ ബാറ്ററി എന്ന് പറയുന്നത് സോളാറിന് അനുയോജ്യമായ ബാറ്ററി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് C10 ടൈപ്പായ ലെഡ് ആസിഡ് ബാറ്ററികളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററികൾ മാത്രമല്ല സോളാർ പ്ലാന്റിലേക്ക് ഉപയോഗിക്കുന്നത്, ലിഥിയം ബാറ്ററികൾ ഉപയോഗിക്കാറുണ്ട്. ലിഥിയത്തിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. ലിഥിയം അയൺ, ലിഥിയം ടൈറ്റനേറ്റ്, ഇങ്ങനെ പല ടൈപ്പ് ബാറ്ററികൾ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് കോമൺ ആയിട്ട് ലിഥിയം ബാറ്ററി എന്ന് പറയാം. ഇതിൽ ലെഡ് ആസിഡ് ബാറ്ററികളാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ലെഡ് ആസിഡ് ബാറ്ററിയിൽ C10 ടൈപ്പായ ബാറ്ററികൾ, C10 ഉണ്ട്, C20 ഉണ്ട്, അങ്ങനെ പല കാറ്റഗറികളുണ്ട്. C20 നമ്മൾ ഉപയോഗിക്കുന്നത് ഓർഡിനറി ഇൻവെർട്ടറുകളിലാണ്. നമുക്ക് ഈ C10 ബാറ്ററി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് C20 എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പം നമുക്ക് വിശദമായിട്ട് നമുക്ക് C10നെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ C10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്കൊരു ബാറ്ററിക്ക് 3 റേറ്റിങ്ങുകളുണ്ട്. C റേറ്റിംഗ്, E റേറ്റിംഗ്, D റേറ്റിംഗ്. ഈ 3 റേറ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ 3 റേറ്റിങ്ങുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെഡിക്കേഷനോട് കൂടി ഒരു സോളാർ പവർ ബാങ്ക് നമുക്ക്, അല്ലെങ്കിൽ സോളാർ ബാറ്ററി യൂണിറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. അതിലൊന്നെന്ന് പറയുന്നത് C റേറ്റ് ആണ്. C റേറ്റ് നമുക്ക് അറിയാം, C10 ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് C10? C10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവറാണ്. അതായത് ഒരു മാനുഫാക്ചർ പറയുന്നു, എൻ്റെ ബാറ്ററി 10 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മാനുഫാക്ചർ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് ഒരു ബാറ്ററി മേടിക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാണ് ബാറ്ററിയുടെ സ്പെക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു മെയിനായിട്ട് 5 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ വോൾട്ടേജ് കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 12 വോൾട്ട്. നമ്മൾ സോളാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററികളെല്ലാം 12 വോൾട്ട് ബാറ്ററികളാണ്. ലെഡ് ആസിഡ് ബാറ്ററികളെ കേസിൽ വരുമ്പോൾ അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് 12. അടുത്തൊരു ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതിൻ്റെ AH എന്ന് പറഞ്ഞാൽ ആംബിയർ അവറിനാണ്. നമ്മളിപ്പോൾ ബാറ്ററിയുടെ ആംബിയർ പറയാം, അല്ലെ ആംബിയർ നമ്മൾ എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് AH. ഇപ്പം നമുക്ക് 150 AH ബാറ്ററി അല്ലെങ്കിൽ 100 AH ബാറ്ററി നമുക്ക് പറയാം. മൂന്നാമത് കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ C റേറ്റിംഗ് ആണ്. C റേറ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. C20 ആണോ C10 ആണോ എന്നാണ് ആ ഒരു റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതൊരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡ്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് വേണ്ടത് അതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഷോപ്പിൽ നമ്മൾ പറയേണ്ടത്. അഞ്ചാമതൊരു കാര്യം പറയുന്നത് ഏത് കാറ്റഗറിയിലുള്ള ബാറ്ററി, അതായത് ലെഡ് ആസിഡ് ബാറ്ററി ആണോ, അത് ജെൽ ടൈപ്പ് ബാറ്ററി ആണോ, ഏത് ടൈപ്പ് ബാറ്ററി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നോർമലി നമ്മൾ ഒരു ഷോപ്പിൽ ചെന്ന് പറയേണ്ടത് ഒരു ബാറ്ററി മേടിക്കാനും വേണ്ടി. ഓക്കെ, നമുക്കിനി C റേറ്റിംഗിലേക്ക് തിരിച്ചു വരാം. C റേറ്റിംഗ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ അവറിനെയാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 150 AH ബാറ്ററിയിൽ നമുക്ക് എത്ര ആംബിയർ ആണ് ഒരു മണിക്കൂറിൽ ഡിസ്ചാർജ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ C റേറ്റിംഗ് പറയുന്നുണ്ട് 10 മണിക്കൂർ കൊണ്ടാണ് ഒരു ബാറ്ററി ഡിസ്ചാർജ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 150 AH ബാറ്ററി നമുക്ക് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാം? അതായത് 150 / 10 15 ആംബിയർ വെച്ചിട്ടാണ് നമ്മൾ ഒരു മണിക്കൂറിൽ ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 150 AH ബാറ്ററിയിൽ നമുക്ക് എത്ര വാട്ട്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? 180 വാട്ട്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലേ? അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നാൽ നമ്മൾ 150 AH ബാറ്ററി മേടിച്ച് വെച്ചിട്ട് 180 വാട്ട്സ് ആണോ കണക്ട് ചെയ്തത്? അല്ല. നമുക്കറിയാം ഒരു 500 വാട്ട്സ് വരെ നമ്മളൊരു 150 AH ബാറ്ററിയിൽ ലോഡ് ചെയ്യും. അങ്ങനെ വരപ്പോൾ നമുക്ക് എത്ര ആംബിയറാണ് അവിടെ എടുക്കുന്നത്? ഏറെക്കുറെ ഒരു 42 ആംബിയറോളം ആ ബാറ്ററിയിൽ നിന്ന് അറ്റ് എ ടൈം ഡിസ്ചാർജിങ് നടക്കുകയാണ്. എന്നാൽ മാനുഫാക്ചർ അവിടെ എന്താണ് പറയുന്നത്? 15 ആംബിയർ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്.
ആ സ്ഥാനത്താണ് നമ്മൾ 41 മുതൽ 42 ആംപിയർ വരെ ലോഡ് ചെയ്യുന്നത്. ഈ 42 ആംപിയർ ലോഡ് ചെയ്താൽ ആ ബാറ്ററിയിൽ നിന്ന് കിട്ടും. കാരണം എന്താണ്, 150 എച്ചിന്റെ ബാറ്ററിയാണ്. 150 ആംപിയർ വരെ ആ ബാറ്ററിക്ക് തരാൻ കഴിയും. അതുകൊണ്ട് 42 ആംപിയർ ലോഡ് ചെയ്താലും കൊടുക്കും. എന്നാൽ ഒരു C10 ടൈപ്പായ ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 1200 സൈക്കിൾസ് ആണ്. 1200 സൈക്കിൾസ് എങ്ങനെയാണ് പറയുന്നത്? അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന കണക്ക് 15 ആംപിയർ മാത്രമേ പെർ അവറിൽ ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 10 മണിക്കൂർ കൊണ്ടേ ഒരു ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഒരു മാനദണ്ഡം. രണ്ടാമത്തെ ഒരു മാനദണ്ഡം പറയുന്നുണ്ട്, അതാണ് ഡി റേറ്റിംഗ്. ഡി റേറ്റിംഗ് എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്. അതായത് മാനുഫാക്ചർ അവിടെ പറയുന്നുണ്ട് 80% മാത്രമേ എൻ്റെ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി 20% സ്റ്റോറേജ് ഉണ്ടായിരിക്കണം എന്ന് മാനുഫാക്ചർ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇത് നോക്കി വേണം നമ്മൾ ബാറ്ററി ഡിസൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബാറ്ററി ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ C റേറ്റിംഗും ഡി റേറ്റിംഗും കൃത്യമായിട്ട് നോക്കി, അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഡിസൈൻ ചെയ്യേണ്ടത്. എക്സാമ്പിളായിട്ട് നമ്മളിവിടെ പറയുന്നത് 150 എച്ച് ബാറ്ററിയാണ്. 150 എച്ച് ബാറ്ററിക്ക് 15 ആംപിയർ ആണ് ഡിസ്ചാർജിങ് ആംപിയർ ആയിട്ട് പറയുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ 30 ആംപിയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 1200 എന്നുള്ളത് 600 സൈക്കിൾസിലേക്ക് മാറും. പിന്നെ മൂന്നാമതായിട്ടുള്ളൊരു റേറ്റിംഗ് ആണ് ഇ റേറ്റിംഗ്. ഇ റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചാർജിങ് ആംപിയറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ നേരത്ത് കൊടുക്കേണ്ട ആംപിയർ എത്ര വരെ ആകാം എന്നാണ് ആ ഇ റേറ്റിംഗ് കൊണ്ട് പറയുന്നത്. ഇത് നമ്മൾ വലുതായിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡിസൈൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ചാർജ് കൺട്രോളർ വയ്ക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് ബാറ്ററിക്ക് എത്ര ആംപിയർ കൊടുക്കാം അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അത് പ്രോഗ്രാം ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് ഈ ചാർജ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററിയുടെ സേഫ് ചാർജിങ് നോക്കിക്കൊണ്ടായിരിക്കും ചാർജ് കൺട്രോളർ അതിന് ആംപിയർ കൊടുക്കുക, അല്ലെങ്കിൽ ചാർജിങ് വോൾട്ടേജ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് സോളാർ പ്ലാന്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്രശ്നമല്ല, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. അതായത് ഡിസൈൻ സൈഡ് മുതലുള്ള പ്രോബ്ലമാണ്. ഇപ്പോൾ ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും കസ്റ്റമർ ഒരിക്കലും ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു ബാറ്ററി വെച്ചിട്ട് തന്നെ അവരത് റൺ ചെയ്യിപ്പിക്കാൻ നോക്കും. അങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റോറേജ് കുറയും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ബാക്കപ്പ് കിട്ടാതെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിനകത്തുള്ളൊരു ഫീലാണ് സോളാർ പ്ലാന്റ് മോശമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഉപയോഗമില്ല, ബാറ്ററിയിൽ ബാക്കപ്പ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ് ചിന്താഗതികൾ അവരുടെ മനസ്സിനകത്തേക്ക് വരും. അതേസമയം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക.